ഇനി നമുക്ക് കോളേജിലേക്ക് പോകാൻ റെഡിയാവാം കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. സാരിയൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് മാലയിടാം. ഇന്ന് വാച്ച് കെട്ടാൻ പറ്റില്ല കേട്ടോ. വാച്ച് കെട്ടിയിട്ടും കാര്യമില്ല. നമ്മൾ മാലയിടാണ്. മാച്ചില്ല അല്ലേ? പെർഫെക്റ്റ് കളേഴ്സ് എല്ലാം ഉണ്ട്. മാല ഇട്ടിട്ടുണ്ട്. ഇനി കമ്മൽ നല്ലല്ലേ? ഫുൾ കളർഫുള്ളാണ്. സാരി പോലെ എന്നെ പോലെ കളർഫുള്ളാണ് കമ്മൽ. ഈ ബ്ലൗസ് മാച്ച് ആവുന്നുണ്ടോ? കുഴപ്പമില്ലല്ലേ? ഓടിക്കാം. ഗ്രൂപ്പും ഉണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ കോളേജിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു സൺസ്ക്രീൻ. ഓക്കെ. ഇനി എല്ലാ ദിവസവും എല്ലാം വാരിപ്പൊത്തിയിട്ടാണോ പോകുന്നതെന്നുള്ള ചോദ്യങ്ങൾ വേണ്ട. ഓക്കെ. ഇങ്ങനെ എടുത്തു. ജസ്റ്റ് എന്തെങ്കിലും മുഖത്തിട്ടിനോ എന്ന് ചോദിച്ചാൽ ഇട്ടിന് എന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടോ. എല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവുക. സെക്കൻഡറി, കുഴപ്പമില്ല. ഓക്കെ. ഇനി നമുക്ക് സാരി തുടച്ച് നമുക്ക് പൊട്ടുവിടാം. പൊട്ടയുടെ തൊടുവെന്ന് വെച്ചാൽ അതിലൊരു ബ്ലൂ ഇരിക്കട്ടെ അല്ലേ? എന്തിനാ? നമുക്ക് ആസ് യൂഷ്വൽ നമ്മുടെ ലിപ്സ്റ്റിക്ക്. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഫേവറേറ്റ് ഇതാണ്. അപ്പോൾ ഇതാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. അന്ന് ഞാൻ ഇടുമ്പോൾ റെഡിൻ്റെ ഷെയ്ഡാണ് കൊടുത്തത്. ഇന്ന് ഇൻസൈറ്റിൻ്റെ ഏതാ? ഇൻസൈറ്റിൻ്റെ 15 റിയോ ഡി ജനാരിയോ. ഓക്കെ. ഇതാണ് കേട്ടോ ഫ്ലേവർ. പക്ഷേ എന്താ കളറിൻ്റെ ഷെയ്ഡ്. അപ്പോൾ ഇതാക്കണ്ടോ, ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിടുമ്പേ എനിക്കെപ്പോഴും ഒരു ആൽക്കഹോളിക് സ്മെല്ല് ഫീൽ ചെയ്യും. അതെന്തുകൊണ്ടാണ്? പിന്നെ ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ട് ടെൻഷൻ ആവാൻ ഭയതുകൊണ്ടേ ഞാൻ ഇതുവരെ ആ പ്രവൃത്തി ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയുന്നവർ പറയണേ, വലിയ ഉപകാരമാവും. അല്ല മേനു അമ്മ മുടി കെട്ടുക എന്നുള്ള ചടങ്ങാണ് ബാക്കിയിരിക്കുന്നത്. രാത്രി ഇന്നലെ മുടിക്ക് കെട്ടിയ ചിക്കൊക്കെ പൂക്കിയതാണ്. എന്നിട്ടുണ്ട്. ഒന്ന് മൈൻഡ് ചെയ്യണ്ട നമ്മൾ. ഓക്കെ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മൾ മുടി കെട്ടുകയാണ്. അല്ലെങ്കിൽ ഇതൊന്നല്ല, ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു. ഒരു ഇവിടെ കുത്തി. അടുത്തത് ഇപ്പുറത്തെ സൈഡിലും കുത്തി. എവിടെയും പൊന്തി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കി അതും സെറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നു. വളരെ സിമ്പിളാണ് ഗൈസ്. ഓക്കെ. കംപ്ലീറ്റ്. സുന്ദരിയില്ലേ? അല്ലേ? നമുക്ക് ഇന്ന് വെച്ച് കണ്ണെഴുതിയാലോ? കുറച്ച് സമയം ഉണ്ട്. സമയമില്ലേ? എവിടെയൊക്കെ സമയം നോക്കുക? 9:11 ഉള്ളൂ. ജസ്റ്റ് കണ്ണെഴുതാനുള്ള സമയമുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കളയാം. ഓക്കെ. ആദ്യം ഷേപ്പൽ ബിഫോർ യൂസ്. ഇത് ലാക്മേയുടെ ആണ്. ഏതോ കാലം വാങ്ങിച്ചൊന്നുമില്ല, പക്ഷെ ഉപയോഗിക്കൽ കുറവാണ്. അപ്പോൾ
ക്യാമറയിൽ നോക്കി കണ്ട് ഇത് എന്ത് സംഭവിക്കും? വേണ്ട, റിസ്ക് എടുക്കണം. നമുക്ക് മിററിൽ നോക്കി എഴുതാം. സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഒരു ഇതുപോലെ നമ്മൾ അപ്പുറത്തെ കണ്ണ് എഴുതണം. ചെറിയൊരു വാലിന് ഒരു വലിയ വാലായി പോയതാണ്. അപ്പോൾ നമ്മൾ ആ ടിഷ്യൂ പിന്നെയും ഉപയോഗിച്ച് വാലിൻ്റെ സൈസ് ഉണ്ട് കുറക്കുന്നു. ഓക്കെ, വാലിൻ്റെ സൈസ് കുറച്ചു. ഫിനിഷ് ചെയ്തിട്ട് ഇതൊരുപാട് വന്നാലേ ഒരു നമുക്ക് സുറ്റായി എഴുതാൻ പറ്റണമെന്നില്ല. ഓക്കെ, ഡൺ. ഇനി കുറച്ചുകൂടെ സമയമുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് മസാല കൂടെ ആവാം. അതെ, മസാല എടുക്കുന്നു. കണ്ട പ്രയോഗങ്ങളൊന്നും ഫോണിൽ നോക്കി ചെയ്താൽ നടക്കില്ല. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇനി ഇപ്പോഴത്തെ ജസ്റ്റ് ഒന്നും കൂടെ. ഇപ്പം എനിക്ക് മിററിൽ കാണുമ്പോൾ എന്താ തോന്നുന്നതെന്നോ, ഈ മയില് ഇങ്ങനെ പീലി വിടർത്തി നിൽക്കുന്നവരൊക്കെ ഉണ്ട്. എന്താ അല്ലേ? ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണങ്ങണം. ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിക്കൊക്കെ കരിഞ്ഞു പോകേണ്ട വരും. ഓക്കെ, പൊട്ടെടുത്ത് നോക്കുന്ന കേട്ടോ. പിന്നെ നമ്മുടെ ചില്ലറ സാധനങ്ങൾ ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒന്ന്. കാരണം ഇത് ഡെയിലി ഉപയോഗിച്ചത് വേഗം തീർന്നു. അതുകൊണ്ടാണ് മെയിൻ റീസൺ ഇടാത്തത്. എന്തിനെല്ലാം തീർക്കുന്നത്? ഓക്കെ, റെഡി. ഇനി എവിടെയും കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? എന്താ എവിടെ വന്നു? അവിടെ കണ്ടോ? യെസ്, വേണ്ട. അപ്പം ഇങ്ങനെയുണ്ടല്ലോ ഫുൾ സ്ലീവ് ബ്ലൗസ്. ഇതൊക്കെ അമ്മ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. സാരി സൂപ്പർ അല്ലേ? സുന്ദരമായിട്ടില്ലേ? ഞാൻ പെർഫെക്റ്റ് അല്ലേ? അപ്പോൾ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അതും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ബൈ.